السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികൾ, സൂറ യാസീൻ ആണ് ഇന്ന് മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. സൂറ യാസീന്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന തിരുവചനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ഗസ്സാലി റഹിമഹുല്ല ഈ സൂറയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതും അത് ഖൽബുൽ ഖുർആൻ എന്നാണ്. സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ. ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം. ഖുർആനിന്റെ ഹൃദയമാകുന്നു യാസീൻ. അതേപോലെ തന്നെ അന്ത്യദിനത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഈ സൂറയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ സൂറ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതീർണമായത്. വിശുദ്ധ ഖുർആനിൽ പല സൂറകളും കേവല അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നവയുണ്ട്. നമ്മൾ പഠിച്ച സൂറകളിലും അങ്ങനെ ഉണ്ട് അല്ലേ? അത് ഒരു അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് 2, 3, 4, 5 വരെ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ ഖുർആനിലുണ്ട്. അക്ഷരത്തെ കൊണ്ട് തുടങ്ങുന്നതിന് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞോളൂ. ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്നത് സൂറ ഖാഫ് അല്ലേ? ഖാഫ്. മറ്റൊന്ന് സൂറ നൂൻ, നൂൻ, സ്വാദ്. ഇതൊക്കെ ഒരക്ഷരം കൊണ്ടാണ്. അതേപോലെ തന്നെ 2 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ ഹാമീം, അതാ യാസീൻ. അതേപോലെ തന്നെ ത്വാഹ 3 അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ അലിഫ് ലാം മീം, അലിഫ് ലാം റാ 4 അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് അലിഫ് ലാം മീം സ്വാദ്. 5 അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് ഓർമ്മയുണ്ടോ? സൂറ മറിയം. കാഫ് ഹയ ഐൻ സ്വാദ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1 മുതൽ 5 വരെ അക്ഷരങ്ങളാൽ, കേവലാക്ഷരങ്ങളാൽ തുടങ്ങുന്ന സൂറകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഈ കേവലാക്ഷരങ്ങളുടെ ആശയം എന്താണ്, അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏതായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ അക്ഷരങ്ങളെ കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. മറ്റൊക്കെ മുഫസ്സിറുകൾ ഇങ്ങനെ നൽകുന്ന വിശദീകരണം. ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ സൂറ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറ ബഖറ. സൂറ ബഖറയിൽ അലിഫ് ലാം മീം, അലിഫ് ലാം മീം. അലിഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് എന്നും ലാം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എന്നതിലെ ലാ ആണ് എന്നും, അല്ല ജിബ്രീൽ എന്നതിലെ ലാമാണെന്നും
മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് ഉദ്ദേശമെന്നും അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച വേദഗ്രന്ഥം ആണെന്നുമൊക്കെ അതിന്റെ വിശദീകരണങ്ങളുണ്ട്. ഏതായാലും ഇതൊന്നും പ്രാമാണികമായ വിശദീകരണം അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാലെ നമ്മൾ കൂടേണ്ടതില്ല. മാത്രവുമല്ല, ഈ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഉള്ള അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങൾ? 28 അക്ഷരങ്ങൾ. ഈ 28 അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായ ഓരോ കലിമത്തുകളും വാക്കുകൾ കൂടിച്ചേർന്നുണ്ടായ വാചകങ്ങളും ഈ വാചകങ്ങളാൽ ഉണ്ടായിത്തീരുന്ന സൂക്തങ്ങളും ആണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ആയത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അക്ഷരം ശരിക്കും കത്തബ എന്ന പദത്തിന്റെ അർത്ഥം, കത്തബ എന്നുള്ളത് അതിന്റെ ആശയമായി വരികയാണെങ്കിൽ നമ്മൾ എഴുതി എന്നാണ് പറയുന്നത് അല്ലെ. കത്തബ, കിതാബത്ത്. കതീബ എന്ന് പറഞ്ഞാൽ ജമാഅ, ത്വായിഫ എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു സംഘം ഒരുമിച്ച് കൂട്ടുക എന്ന ആശയം കൂടി അതിനുണ്ട്. എന്തിനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്? നമ്മൾ എഴുതുമ്പോ എന്ത് ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്? അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അക്ഷരങ്ങളെ കോർത്തിണക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരങ്ങളെ കോർത്തിണക്കി അത് പദങ്ങളാകുന്നു. നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. കാരണം സംസാരത്തിന്റെ ഓരോ വാക്കും വാചകങ്ങളും ഒക്കെ ഇങ്ങനെ വേർതിരിച്ചാൽ, വിശകലനം ചെയ്താൽ അവസാനം അത് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നർത്ഥം. എഴുത്തായാലും വായനയുമായാലും ഒക്കെ. അതുകൊണ്ടാണ് ഈ ഖുർആനിന്റെ ചില അധ്യായങ്ങളൊക്കെ ഇതുപോലെയുള്ള കേവല അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത് എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇവിടെ സൂറ യാസീനാണ്. യാസീൻ എന്നുള്ളതും അതേപോലെയുള്ള കേവലാക്ഷരമായിക്കൊണ്ടാണ്. എന്നാലും അതിന് നേരത്തെ പറഞ്ഞതുപോലുള്ള വിശദീകരണമുണ്ട്. യാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാ സീൻ. യാ എന്നത് സംബോധനയാണ്. യാസീൻ, യാ അയ്യുഹൽ ഇൻസാൻ. സീൻ എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻസാൻ. ഇൻസാൻ ആരാണ്? മനുഷ്യൻ. അപ്പൊ യാസീൻ, ഹേ മനുഷ്യ എന്നതിന്റെ ചുരുക്കമായേക്കാം എന്നൊക്കെ വിശദീകരണമുണ്ട്. യാസീൻ, യാ അയ്യുഹൽ ഇൻസാൻ, അതും ഇതേപോലെയുള്ള വിശദീകരണം. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറ ആരംഭിക്കുന്നത് യാസീൻ, പിന്നീട് പറയുന്നത് വൽ ഖുർആനിൽ ഹകീം, യുക്തിബന്ധുരമായ ഖുർആൻ തന്നെയാണ് സത്യം. ഹകീം എന്ന് പറഞ്ഞാൽ എന്തുള്ളത്? ഹിക്മത്തുള്ളത്. ഹിക്മത്ത് എന്താണ്? തത്വജ്ഞാനം അടങ്ങിയിട്ടുള്ള, തത്വസമ്പൂർണമായ, യുക്തിബന്ധുരമായ ഖുർആൻ തന്നെയാണ് സത്യം. വാവ് അത് ഖസമിന്റെ വാവാണ്. വൽ ഖുർആൻ, ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആൻ എങ്ങനെയുള്ള ഖുർആനാണ്? അൽ ഹകീം, യുക്തിബന്ധുരമായ ഖുർആൻ തന്നെയാണ് സത്യം. അപ്പൊ ഖുർആനിനെ പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു. എന്താണ് സത്യം ചെയ്യുന്നത്? എന്ത് കാര്യമാണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും നീ. ഇന്നക, നീ. ആരോടാ സംബോധന? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക, നിശ്ചയമായും നീ, ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. മുർസൽ, മൻഹുവൽ മുർസൽ, ദൈവദൂതൻ, അള്ളാഹുവിന്റെ ദൂതൻ. അപ്പോൾ താങ്കൾ ദൈവദൂതന്മാരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് എന്തിനെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്? വൽ ഖുർആനിൽ ഹകീം, തത്വസമ്പൂർണമായ, യുക്തിബന്ധുരമായ ഈ വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് സത്യം. താങ്കൾ ദൈവദൂതന്മാരിൽപ്പെട്ടവൻ തന്നെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണ് എന്നത് സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഇതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനാണ് ആര്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക ശൃംഖലയിലെ 1,23,000-ഓളം പ്രവാചകന്മാർ
ഈ ഭൂമുഖത്ത് മനുഷ്യരുടെ സന്മാർഗത്തിന് വേണ്ടി അവർക്ക് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ഖുർആനിൽ എത്ര പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ എത്ര പേരുടെ പേരാണ് പറഞ്ഞത്? 25. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, ആദി പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അതിലെ അവസാനത്തെ കണ്ണിയാണ് ആര്? മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാർക്കൊക്കെ അവർ ദൈവദൂതന്മാരാണ് എന്നതിന് തങ്ങളുടെ പ്രബോധിത സമൂഹത്തിന് അത് ബോധ്യപ്പെടാൻ, അവരെ വിശ്വസിക്കാനൊക്കെ മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട്. അതിൽ നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു എന്തേ നൽകിയിരുന്നത്? വടിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ഏത് വടിയാണ്? അപ്പൊ ഏതെങ്കിലും മരത്തിന്റെ കൊമ്പ് ഒടിച്ച് എടുത്താണോ? അല്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നല്ല പരിചയമുള്ള, എത്ര കൊല്ലം പരിചയമുള്ള? 10 വർഷത്തെ നല്ല പരിചയമുള്ള, 10 വർഷം ആടിനെ മേച്ച് കുത്തിപ്പിടിച്ചു നടന്ന് തൻ്റെ ആടുകൾക്ക് പച്ചിലകളൊക്കെ വീഴ്ത്തിക്കൊടുത്ത് അങ്ങനെ തൻ്റെ അധ്വാനത്തിന്റെ പാടും പകർച്ചയുമുള്ള വിയർപ്പിന്റെ ഗന്ധമുള്ള വടി കേട്ടോ. ആട്ടിടയന്മാരുടെ കയ്യിൽ എന്തുണ്ടാവും? വടി ഉണ്ടാവും. ഈ ആടുജീവിതമൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ കയ്യിലൊക്കെ വടിയുണ്ട്. ആ 10 കൊല്ലത്തെ പരിചയമുള്ള ആ വടിയാണ് ആർക്ക് മുഅ്ജിസത്തായിട്ട് അമാനുഷികമായ ദൃഷ്ടാന്തമായി നൽകുന്നത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ഫാമിലി ഇങ്ങനെ പോരുകയാണ്, മദീനയിൽ നിന്ന് വരികയാണ്. അപ്പൊ തുരിസീന പർവ്വതത്തിന്റെ അരികിലെത്തുമ്പോ നേരം ഇരുട്ടിപ്പോയി. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് വിശ്രമിക്കാം, കുറച്ച് അപ്പുറത്തൊരു വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കട്ടെ, നമുക്ക് അവിടുന്ന് കുറച്ച് തീയൊക്കെ കൊണ്ടുവരാം. വെളിച്ചമുള്ളിടത്ത് ആരുണ്ടാകും? മരുഭൂമിയിൽ എവിടെയെങ്കിലും വെളിച്ചം കണ്ടാൽ അവിടെ യാത്രാ സംഘങ്ങൾ ഉണ്ടാകും. അവർ വിശ്രമിക്കായിരിക്കും, ഭക്ഷണം പാകം ചെയ്യായിരിക്കും, തീ കായിയായിരിക്കും.